ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സ്ഥാപിത താൽപര്യം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ US മാധ്യമ റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്രമന്ത്രി. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ വിമാനത്തിലെ ക്യാപ്റ്റനെ കുറ്റപ്പെടുത്തിയുള്ള US മാധ്യമ റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. ഇത്തരം ലേഖനങ്ങൾക്ക് പ്രസിദ്ധീകരിക്കുന്നതിൽ സ്ഥാപിത താൽപര്യങ്ങളുണ്ടാകാമെന്നും കേന്ദ്ര ഏജൻസിയായ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിലാണ് താൻ വിശ്വാസം അർപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അന്തിമ റിപ്പോർട്ട് പുറത്തുവരുന്നത് മുൻപ് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെയും മന്ത്രി വിമർശിച്ചു. AAIB എല്ലാവരോടും, പ്രത്യേകിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളോടും അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. അവർ പ്രസിദ്ധീകരിക്കുവാൻ ശ്രമിക്കുന്ന ലേഖനങ്ങളിൽ സ്ഥാപിത താൽപര്യങ്ങളുണ്ടാകാം. ഞാൻ AAIBയിൽ വിശ്വസിക്കുന്നു. ബ്ലാക്ക് ബോക്സ് ഇന്ത്യയിൽ തന്നെ ഡീകോഡ് ചെയ്യുന്നതിൽ അവർ അത്ഭുതകരമായ രീതിയിലാണ് പ്രവർത്തിച്ചത്. അന്തിമ റിപ്പോർട്ട് പുറത്തുവരുന്നതുവരെ എന്തെങ്കിലും അഭിപ്രായം പറയുന്നത് നല്ലതല്ല. ഈ സമയത്ത് നിഗമനത്തിലെത്തുന്നതിൽ അർത്ഥമില്ല. അന്തിമ റിപ്പോർട്ട് പുറത്തുവരുന്നതുവരെ കാത്തിരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു കയറാവുന്ന ഒരു വാതിൽ തുറന്നു കിടപ്പുണ്ടെന്ന ധൈര്യം പെൺമക്കൾക്ക് നൽകണം. ശ്വാസം മുട്ടുന്ന വിവാഹബന്ധത്തിൽ നിന്നും വിടുതൽ നേടി വന്നാൽ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു കയറാവുന്ന ഒരു വാതിൽ തുറന്നു കിടപ്പുണ്ട് എന്ന ധൈര്യം പെൺമക്കൾക്ക് കൊടുക്കാനാവണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. വിഷമയമായ ദാമ്പത്യങ്ങളിൽ അകപ്പെട്ടുപോയി ശ്വാസം മുട്ടി ജീവിക്കുന്ന യുവതികൾ മരണത്തിലേക്ക് പോകുന്ന അനുഭവങ്ങൾ തുടർക്കഥകളാകുകയാണെന്നും അവർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. മിടുമിടുക്കികളും വിദ്യാസമ്പന്നരുമായ പെൺമക്കളെ വൈവാഹിക ജീവിതമാണ് അവരുടെ ജീവിത ലക്ഷ്യമെന്ന് നിർബന്ധപൂർവ്വം ധരിപ്പിച്ച് കല്യാണ കമ്പോളത്തിൽ വിലപേശി വലിയ സ്ത്രീധനം നൽകി പറഞ്ഞയക്കലാണ് തങ്ങളുടെ ചുമതല എന്ന് ധരിക്കുന്ന മാതാപിതാക്കൾ ഈ അനുഭവ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ടെന്നും മന്ത്രി കുറിപ്പിൽ പറയുന്നു. കോർണിയ വീക്കം മുതൽ കാഴ്ചമങ്ങൽ വരെ കോവിഡിനെതിരായ ഫൈസർ വാക്സിൻ കണ്ണിനെ ബാധിച്ചേക്കാമെന്ന് പഠനം. COVID-19 രോഗത്തിനെതിരെ US കമ്പനിയായ ഫൈസറും ജർമ്മൻ കമ്പനിയായ ബയോടെക്കും സംയുക്തമായി വികസിപ്പിച്ച വാക്സിന് പാർശ്വഫലങ്ങളുണ്ടെന്ന പഠനം. ഒഫ്താൽമിക് എപ്പിഡെമിയോളജി എന്ന പിയർ റിവ്യൂഡ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് വാക്സിൻ കണ്ണിന് സാരമായ പ്രശ്നങ്ങളുണ്ടാക്കുവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. ഫൈസർ ബയോടെക് വാക്സിന്റെ 2 ഡോസും സ്വീകരിച്ച 64 രോഗികളുടെ 128 കണ്ണുകൾ പരിശോധിച്ചാണ് ഗവേഷകർ ഈ നിഗമനത്തിൽ എത്തിയത്. ഒറ്റയടിക്ക് കാഴ്ച നഷ്ടപ്പെടുക പോലുള്ള അതിവേഗത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളല്ല വാക്സിൻ എടുത്തവരിൽ ഉണ്ടായത്, മറിച്ച് വാക്സിൻ എടുത്തവരുടെ കോർണിയയുടെ കട്ടി കൂടി എന്നാണ് ഗവേഷകർ കണ്ടെത്തിയത്. പ്രശ്നങ്ങൾ ആർക്കും പറയാം. മതവൈര്യം ഉണ്ടാക്കരുത്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിൽ CPM. കേരളത്തിന്റെ മതനിരപേക്ഷ സംസ്കാരത്തിന് പോറലേൽപ്പിക്കുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തുനിന്നുമുണ്ടായാലും അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് CPM. മതങ്ങളുടെ സാരം ഏകമാണെന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിച്ചാണ് മുന്നോട്ട് പോവേണ്ടതെന്നും CPM പ്രസ്താവനയിൽ പറഞ്ഞു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനകൾ വിവാദത്തിന് വഴിവെച്ച സാഹചര്യത്തിലാണ് CPMന്റെ പ്രതികരണം. വെള്ളാപ്പള്ളിയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന. മതനിരപേക്ഷത സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ന്യൂനപക്ഷ അവകാശങ്ങളെ പാർട്ടി കാണുന്നത്. മതനിരപേക്ഷ സമൂഹത്തിൽ മാത്രമേ എല്ലാ മതവിശ്വാസികൾക്കും വിശ്വാസികളല്ലാത്തവർക്കും ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ കഴിയൂ എന്ന നിലപാടാണ് CPMനുള്ളതെന്ന് സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറയുന്നു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. രേവന്ത് റെഡ്ഡിയെ സന്ദർശിച്ച് ദുൽഖർ സൽമാൻ. പൊന്നാട അണിയിച്ച് സ്വീകരിച്ച തെലങ്കാന മുഖ്യമന്ത്രി. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ വസതിയിലെത്തി സന്ദർശിച്ച നടൻ ദുൽഖർ സൽമാൻ. ചിത്രങ്ങൾ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു. നിർമ്മാതാവ് സ്വപ്നദത്തും ദുൽഖറിനൊപ്പം ഉണ്ടായിരുന്നു. പൂച്ചെണ്ട് നൽകിയും നീല നിറത്തിലുള്ള പൊന്നാട അണിയിച്ചും രേവന്ത് റെഡ്ഡി ദുൽഖറിനെ സ്വീകരിച്ചു. ദുൽഖറും രേവന്ത് റെഡ്ഡിക്ക് പൂച്ചെണ്ട് കൈമാറി. ഉപചാരപൂർവ്വമുള്ള കൂടിക്കാഴ്ചയായിരുന്നുവെന്ന് തെലുങ്കിൽ പങ്കുവച്ച പോസ്റ്റിൽ രേവന്ത് റെഡ്ഡി അറിയിച്ചു. ദുൽഖർ നായകനായ സീതാരാമം, മഹാനടി എന്നീ തെലുങ്ക് ചിത്രങ്ങളുടെ നിർമ്മാതാവാണ് സ്വപ്നദത്ത്. 14 വർഷങ്ങൾക്ക് ശേഷം ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ദുൽഖർ സൽമാൻ മികച്ച നടനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം നേടിയിരുന്നു. മഹാനടി 2018 മികച്ച ചിത്രമായും സീതാരാമം 2022 മികച്ച ചിത്രമായും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2024 മൂന്നാമത്തെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലക്കി ഭാസ്കറും നേടി.
അവൻ എന്നെങ്കിലും മാറുമെന്ന് പ്രതീക്ഷിച്ചു. സതീഷിന് പരമാവധി ശിക്ഷ ലഭിക്കണം. അതുല്യയുടെ പിതാവ് കഴിഞ്ഞ ദിവസം ഷാർജയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ മരണത്തിൽ പ്രതികരിച്ച പിതാവ് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ അതുല്യയുടെ ഭർത്താവ് സതീഷിന് ലഭിക്കണം. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. 11 വർഷം കൊണ്ട് ഇഞ്ചിഞ്ചായാണ് അവൻ കുഞ്ഞിനെ കൊന്നത്. ശാരീരികമായി മർദ്ദിക്കുന്നത് മാത്രമല്ല, മാനസികമായും നിരന്തരം പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. സ്നേഹമോ പരിഗണനയോ സ്വന്തം മകളോട് പോലും വാത്സല്യമോ അവനില്ല. 2014 കല്യാണം കഴിക്കുമ്പോഴുള്ള ആക്രമണവും ശൈലിയുമാണ് സതീഷ് ഇപ്പോഴും പിന്തുടരുന്നത്. അവൻ അന്നും ഇന്നും ഒരുപോലെയാണ്. എന്നെങ്കിലും അവൻ മാറുമെന്ന പ്രതീക്ഷയിലാണ് പെൺകുട്ടിയെ അങ്ങോട്ട് വിടുന്നത്. പ്രായത്തിന്റെ പക്വതയാകുമ്പോഴെങ്കിലും മാറുമെന്ന് കരുതി. സതീഷ് യാതൊരു മാപ്പും അർഹിക്കുന്നില്ലെന്നും പിതാവ് പറഞ്ഞു. KSEBയുടെ IBL 2435 ദിവസം അനധികൃത താമസം. MM മണിയുടെ പേഴ്സണൽ സ്റ്റാഫിന് 3.96 ലക്ഷം രൂപ പിഴ. KSEBയുടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ അനധികൃതമായി താമസിച്ചതിന് മുൻമന്ത്രി MM മണിയുടെ പേഴ്സണൽ സ്റ്റാഫിന് പിഴ. ചിത്തിരപുരം IBയിൽ 2435 ദിവസം പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ അനധികൃതമായി താമസിച്ചതായാണ് കണ്ടെത്തൽ. ഇതിന് 3.96 ലക്ഷം രൂപയാണ് പിഴയിട്ടിരിക്കുന്നത്. MM മണിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിനും ഗൺമാനുമാണ് IBയിൽ അനധികൃതമായി താമസിച്ചതായി KSEB ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. 8 വർഷത്തോളം അനധികൃതമായി ഇവിടെ താമസിച്ചതിനാണ് 3.96 ലക്ഷം രൂപ പിഴ ചുമത്തിയിരിക്കുന്നത്. KSEB ഇന്റലിജൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ ഏതൊക്കെ സ്റ്റാഫ് അംഗങ്ങളാണെന്നോ ഇവരുടെ പേര് വിവരങ്ങളോ വ്യക്തമാക്കിയിട്ടില്ല. 2016 നവംബർ മുതൽ 2017 ഡിസംബർ വരെയുള്ള കാലത്ത് MM മണിയുടെ സ്റ്റാഫിന് ഇവിടെ താമസിക്കുവാൻ അനുവാദമുണ്ടായിരുന്നു. എന്നാൽ ഇതിനുശേഷം 2024 സെപ്റ്റംബർ വരെ ഇവർ ഇവിടെ തുടരുകയായിരുന്നു. ഹാർദിക്കും ജാസ്മിൻ വാലിയയും പിരിഞ്ഞു. ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം അൺഫോളോ ചെയ്ത് താരങ്ങൾ. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹാർദിക് പാണ്ഡ്യയും ബ്രിട്ടീഷ് ഗായിക ജാസ്മിൻ വാലിയയും തമ്മിലുള്ള അടുപ്പം അടുത്തിടെ വലിയ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് ഗ്രീസിൽ അവധിക്കാലം ആഘോഷിക്കുന്നതിനിടെ ഇരുവരും പങ്കുവച്ച ചിത്രങ്ങളിലെ സാമ്യതയാണ് ഇരുവരും ഡേറ്റിംഗിലാണെന്ന അഭ്യൂഹങ്ങൾക്ക് കാരണമായത്. പിന്നാലെ ഇക്കഴിഞ്ഞ IPLൽ മുംബൈ ഇന്ത്യൻസിന്റെ മത്സരവേദികളിലെയും മുംബൈ ടീം ബസിലെയും ജാസ്മിൻ വാലിയയുടെ സാന്നിധ്യവും ഇരുവരും തമ്മിൽ അടുപ്പത്തിലാണെന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുന്നതായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഇരുവരും പിരിഞ്ഞെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.